ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു പരാജയം ഒന്നിൻ്റെ അവസാനമല്ല. നമുക്കൊക്കെ വളരെയധികം മോട്ടിവേഷനും അതുപോലെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സ്റ്റോറിയാണ് സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫ്രം വേർ ഇറ്റ് ഓൾ ഹാപ്പൻഡ്. നമുക്കെല്ലാവർക്കും വേണ്ടി സാറിന് ആ ഒരു സ്റ്റോറി ഒന്ന് പറയാൻ പറ്റുമോ? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു പരാജയം ഒന്നിൻ്റെ അവസാനമല്ല. വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഊർജമുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം തുടങ്ങുന്നത്. അപ്പം ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ വളരെ ദയനീയമായിട്ട് തോറ്റു. എനിക്ക് കണക്ക് പേപ്പറിൽ 10ഉം 2ഉം സിംഗിൾ ഡിജിറ്റ് മാർക്ക് ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ തോറ്റ് ഞാൻ അവിടെ തീരുമാനിക്കാനാവോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് മറ്റു മേഖല തിരഞ്ഞെടുക്കായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം വന്നു. അപ്പം ഇനി വീണ്ടും ഒന്ന് ശ്രമിച്ചുകൂടാ എന്നുള്ളൊരു പുനർചിന്തനം, അതിൽ നിന്ന് ഒരു പുതിയ ഊർജ്ജം ഉൾക്കൊണ്ട് വീണ്ടും ഒരു ശ്രമം നടത്തി. കഷ്ടിച്ചാണെങ്കിലും ഞാൻ ഒന്ന് 10ാം ക്ലാസ് കടന്നു കിട്ടി. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ ഈ കുറഞ്ഞ മാർക്കിൽ കോളേജിൽ സീറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അന്ന് പാരലൽ കോളേജുകളൊന്നും അധികമല്ല. 1980 അപ്പോൾ കോളേജിൽ റെഗുലർ കോളേജിൽ പൊന്നാനി MES കോളേജ് എന്ന് പറയാം, അവിടെ കയറി പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിലാകെ 4 പേരാണ് ഇംഗ്ലീഷ് പാസ്സായിട്ടുള്ളത്. അതിലൊരാൾ ഞാനായിരുന്നു. ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ചില സ്പാർക്കുകളാണ് മനസ്സിനൊരു ബലം കൊടുക്കാൻ എന്നെ സഹായിച്ചതെന്നും വേണമെങ്കിൽ പറയാം.